ഹായ് ഗൈസ്, ഏകദേശം 8-10 ദിവസമായിട്ട് എടുക്കാതെ നിർത്തിയിട്ടിരുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ഈ മഴയും തണുപ്പൊക്കെ കാരണം ബാറ്ററി അത്യാവശ്യം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, സെൽഫ് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇത്തരൊരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിക്കും, അല്ലെങ്കിൽ വേറെ വണ്ടി വിളിച്ചു പോകും, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. പക്ഷെ നമ്മുടെ അടുത്ത് ചെറിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ, ചെറിയൊരു ടെക്നിക്കാണ്. ഈ വയർ കണ്ടോ, ഇത് ഉപയോഗിച്ച് നമ്മൾ ബുള്ളറ്റിന്റെ ബാറ്ററിയിൽ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുക? നമ്മുടെ കാറിന്റെ ബാറ്ററിക്ക് ചെറിയൊരു പുഷിങ് കിട്ടിയാൽ മതി, അവൻ സ്റ്റാർട്ട് ആയിക്കോളും. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ നമ്മൾ അതിൽ പരിശ്രമിക്കാൻ നിൽക്കരുത്. അപ്പോൾ ബാറ്ററി പറ്റ ഡൗൺ ആവും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാറിന്റെ ബോണറ്റ് തുറന്നിട്ട് ഈ ക്ലിപ്പ് കറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് വെച്ചു. ഇനി ഇത് ബൈക്കിന്റെ ബാറ്ററിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിടണം. ഇത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, വേറൊരാളുടെ സഹായം ഇല്ലാതെ. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് റേസാക്കി പിടിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ചോക്ക് ഓൺ ആക്കി ഇടാം. അപ്പോൾ അത്യാവശ്യം റേസിങ് കിട്ടും. അത്യാവശ്യം നന്നായിട്ട് റേസ് ചെയ്തിട്ടാൽ മാത്രമേ ഇതിലേക്ക് ചാർജ് കയറുള്ളൂ. ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ആയി കഴിഞ്ഞാൽ നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വയറിൻ്റെ കണക്ഷൻ ബാറ്ററിയിലേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബൈക്കിൻ്റെ ബാറ്ററിയിൽ നിന്ന് കാറിൻ്റെ ബാറ്ററിയിലേക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ചെറിയൊരു പുഷിങ് കിട്ടും, ചെറിയൊരു എനർജി കിട്ടും നമ്മുടെ കാറിൻ്റെ ബാറ്ററിക്ക്. അങ്ങനെ 1 മിനിറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ സ്റ്റാർട്ടായില്ല. ഏകദേശം ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് സ്റ്റാർട്ടായത്. യെസ്, ഇപ്പോൾ കാർ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം, ഒരു കാറിലെ വീട്ടിൽ എന്തായാലും ഒരു ബൈക്ക് കൂടി ഉണ്ടായിരിക്കും. എമർജൻസി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകാനുള്ള സിറ്റുവേഷനിൽ പോലും ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ നമ്മുടെ കാർ നമുക്ക് സ്റ്റാർട്ടാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് ഈ ഒരു വയറും ക്ലിപ്പുകളുമാണ്. അതെന്തായാലും പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്നവർ എന്തായാലും വണ്ടിയിൽ കരുതുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സീ യു നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.